നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നമ്മുടെ എമ്പുരാൻ മൂവി കണ്ടു. അപ്പൊ അത് കണ്ടിട്ടുള്ള എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ മലയാളികളെയും പോലെ ഞാൻ നല്ല ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു മൂവിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത്രയും എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് ടു ദ മേക്കേഴ്സ് ഓഫ് ദ മൂവി. അമേസിംഗ് ആയിട്ടാണ് മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള മലയാളം മൂവി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു ഇന്റർനാഷണൽ ലെവലിനൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം പലപ്പോഴും മൂവി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ തോന്നും ഇതൊരു മലയാളം സിനിമ തന്നെ ആണോ എന്ന്. കാരണം ആ ഒരു രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതൊക്കെയോ ഇന്റർവ്യൂസിൽ പൃഥ്വിരാജ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ പൈസ മുഴുവൻ അവര് മേക്കിങ്ങിനാണ് സ്പെൻഡ് ചെയ്തേക്കുന്നതെന്ന്. അത് 100% കറക്റ്റ് ആണെന്ന് നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. അത്ര ഒരു ഹൈ ക്വാളിറ്റി ലെവലിലാണ് മൂവി ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ റൈറ്റിംഗ്, സ്റ്റോറി, ഡയലോഗ്സ് എല്ലാം ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 കഥകളായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന 3 ഇൻസിഡൻസ് അല്ലെങ്കിൽ 3 സബ്ജക്ട്സിനെ ആണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെ ഇന്റർ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് എമ്പുരാന്റെ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ലൂസിഫറിൽ കണ്ടു തീർത്ത അവിടുന്ന് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു, എങ്ങനെ അത് ഇന്റർ കണക്റ്റഡ് ആവുന്നു എന്നൊക്കെ ഉള്ളതാണ് കംപ്ലീറ്റ്ലി എമ്പുരാനിൽ നമ്മൾ കാണാൻ പറ്റും. അതേപോലെ ഈ മൂവിയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന രീതിയാണ് ഭയങ്കര ഭംഗിയായിട്ട് അത് അവരുടെ ഒപ്പീനിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു നല്ല ഗട്ട്സോടെ അവരുടെ ഒപ്പീനിയൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. അതിപ്പം കേരളത്തിലെ തന്നെ കാര്യങ്ങൾ സ്പെസിഫിക്കലി ഓരോന്നെടുത്ത് പറയുന്നതാണെങ്കിലും ഇൻ ജനറൽ പൊളിറ്റിക്സിനെ പറ്റി പറയുന്നതാണെങ്കിലും അത് അവര് നല്ല പ്രോപ്പർ ആയിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇപ്പൊ ഒരു പ്രൊപ്പഗാൻഡ ആയിട്ടോ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ നിഗൂഢ നീക്കമായിട്ടോ റിവെഞ്ച് ആയിട്ടോ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ഒരു മൂവി മേക്കറിന് അയാളുടെ പെർസ്പെക്റ്റീവ് എടുത്ത് വെക്കാനുള്ളൊരു അവകാശമുണ്ട്. അതിലൂടെ അയാളുടെ സിനിമയിലൂടെ അയാൾക്ക് അത് ചെയ്യാം. അതൊരു പ്രൊപ്പഗാൻഡ ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ പ്രൊപ്പഗാൻഡ മൂവീസ് വരുന്നുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ ഇതിനെ പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊരു ബ്യൂട്ടിഫുള്ളി നറേറ്റഡ് ഇന്റലിജന്റ് വർക്ക് അങ്ങനെ കാണേണ്ട കാര്യമുള്ളൂ. അത് അവര് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആസ് എൻ ഓഡിയൻസ് ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് ലൂസിഫർ കണ്ടു കഴിഞ്ഞ് അതിനകത്തിലുള്ള എമ്പുരാനെയും എബ്രാം ഖുറേഷിയെയും കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ ഈ സിനിമ കാണുമ്പോൾ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം ലൂസിഫർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ്. ലൂസിഫർ എന്ന് പറഞ്ഞൊരു അടിപൊളി പടമാണ്. അതൊരു ചെറിയ പടമാണ്. പക്ഷെ അതിനകത്ത് ഒത്തിരിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രസമുള്ള നമുക്ക് ക്യൂരിയോസിറ്റി കൂട്ടുന്ന ടൈപ്പ് കുറെ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ മോഹൻലാല് ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്നത് ബ്രില്യന്റ് ആയിട്ടാണ്. വേറെ ആരും അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ അത്ര മാസായിട്ട് കിടിലമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു സട്ടിലായിട്ടുള്ള എന്തൊക്കെയോ കുറെ സീക്രറ്റ്സ് ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ളത്. അപ്പൊ അത് വന്ന് എൻഡ് ചെയ്യുന്നത് എബ്രാം ഖുറേഷിയാണ്. അപ്പൊ എബ്രാം ഖുറേഷി ഇനി എന്തുവാ ചെയ്യാൻ പോകുന്നത്, എബ്രാം ഖുറേഷിയുടെ വേൾഡ് എന്തുവാ, അവിടെ ഉള്ള സീക്രറ്റ്സ് എന്തുവാ, എന്താണ് ഇനി ആ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുവാന്നുള്ള അവിടെയാണ് ലൂസിഫർ കൊണ്ട് നിർത്തുന്നത്. അപ്പൊ നമ്മൾ അത്രയും ക്യൂരിയസ് ആണ്, എക്സൈറ്റഡ് ആണ് ആ ഒരു എബ്രാം ഖുറേഷിയുടെ വേൾഡ് കാണാനായിട്ട്. ഇവിടെ നമ്മൾ എമ്പുരാനിലേക്ക് വരുമ്പം അതിൽ നമുക്ക് ആദ്യം ഒരു കഥ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. ആ കഥയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വേറെ ലെവലായിട്ട് നമുക്ക് തോന്നും. ഒരു മലയാളം സിനിമയാണെന്ന് തോന്നത്തേയില്ല, അത്ര കിടിലമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ കഥയിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. അവിടെ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ടു ഗുഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുവാണ്. നമ്മുടെ ലൂസിഫറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നമ്മൾ കണ്ട ആ വേൾഡിലേക്ക് നമ്മൾ പിന്നെയും വരികയാണ്. അതിന്റെ ക്യാരക്ടറൈസേഷനും അവിടെ ഉണ്ടാവുന്ന ചേഞ്ചസും അതൊക്കെ നന്നായിട്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. നമ്മൾ എമ്പുരാൻ കാണാൻ ഉള്ള നമ്മുടെ തിയേറ്ററിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ എബ്രാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ പുള്ളിയുടെ ഇൻട്രൊഡക്ഷനും പുള്ളിയുടെ ആ ഒരു മാസ് ലുക്കും ഗെറ്റപ്പും ഡയലോഗ്സും അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ടു ദ തിയേറ്റർ. അപ്പൊ ആ ഒരു വേൾഡിലേക്ക് നമ്മൾ എത്തുമ്പം എന്തോ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല എന്ന് എനിക്ക് വന്നിട്ടില്ല. മേ ബി ചിലപ്പോൾ ഇനി എന്റെ ഓവർ എക്സ്പെക്ടേഷൻ കാരണമാണോ അതോ ലൂസിഫറിൽ ആ എത്തിപ്പെട്ട ആ ഒരു എബ്രാം ഖുറേഷി എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ ഓഫ് ഇത് ഇവിടെ അത്രയും കിട്ടിയില്ല എന്ന് തോന്നി. മോഹൻലാൽ ആസ് എൻ ആക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇനി സ്റ്റോറിയുടെ കുഴപ്പമാണോ അല്ല എനിക്ക് അത് പ്രസന്റ് ചെയ്ത രീതിന്റെ കുഴപ്പമാണോ എന്തോ എന്റെ എബ്രാം ഖുറേഷി ഇങ്ങനല്ല എന്നൊരു ഒപ്പീനിയൻ നമുക്ക് തോന്നിപ്പോവും.
അങ്ങനെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എബ്രാം ഖുറേഷി വീണ്ടും നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് വരുമ്പം കലക്കൻ, ഒരു രക്ഷയില്ല. കാരണം ആ ക്യാരക്ടർ പുള്ളിയാണ് ബെസ്റ്റ്. അപ്പോൾ ഉള്ള മാസും അപ്പോൾ ഉള്ള ഡയലോഗ്സും ആ ലുക്കും ഒക്കെ അമേസിംഗ് ആണ്, ടു ഗുഡ്, വേറെ ലെവലാണ്, ഒരു സംശയം വേണ്ട. അഗെയിൻ ബാക്ക് ടു എബ്രാം ഖുറേഷിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പുള്ളി ആ ഒരു ചെറിയൊരു, അതാണ് എനിക്ക് തോന്നിയൊരു ഒപ്പീനിയൻ. ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എബ്രാം ഖുറേഷിയെ വെയിറ്റ് ചെയ്ത പോലെ, അതായത് മോഹൻലാലിനെ കാണാൻ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ പൃഥ്വിരാജിനെ കാണാൻ വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പൃഥ്വിരാജിന്റെ അതേപോലത്തെ മാസ് സ്റ്റൈലിഷ് ക്യാരക്ടറാണ്, മാസ് എന്നല്ല, ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്തോ നല്ല രസം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജിന്റെയും. അപ്പൊ അത് ടുവേർഡ്സ് ദ എൻഡില് ഇവരുടെ രണ്ടിന്റെയും കൂടെ ഒരു സീനും കുറച്ച് സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അതിനും ആ ഒരു ലെവൽ നമ്മൾ കണ്ട എബ്രാം ഖുറേഷി സയ്യിദ് മസൂദ് ലെവല് ഫീൽ ചെയ്തില്ല. മേ ബി അത് ഇച്ചിരി പേഴ്സണൽ കാര്യം ഇൻവോൾവ് ആവുന്നത് കൊണ്ട് ആ ഒരു ലെവലിലേക്ക് വരുന്നതായിരിക്കും. പക്ഷെ എന്നാലും അതൊരു ബോളിവുഡ് മൂവി ലെവലായിട്ടൊക്കെ തോന്നി. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അല്ലെ അതിനെ വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട് ടുവേർഡ്സ് ദ എൻഡ് ഉള്ള ആ ഒരു സംഭവം. എനിക്ക് തോന്നി വേറൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, കുറെ ആൾക്കാർ നമ്മുടെ സാധാരണ മലയാളി ഓഡിയൻസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് തോന്നി. അത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇതില് ഒരുപാട് നേരം ആൾക്കാര് ഹിന്ദി സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ഹിന്ദി സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സ്റ്റോറി പറയുന്നുണ്ട്, അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു ഇതും ഉണ്ട്. അപ്പൊ ഇനി അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാർക്ക് ആ ഒരു കണക്ഷൻ വിട്ടുപോയത് കൊണ്ട് ഇഷ്ടപ്പെടാത്തതാണോ എന്നൊരു ചെറിയ ഇതുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്, അതിപ്പോ മോശം പറയാനായിട്ട് ഒന്നുമില്ല. ഈവൻ ടോവിനോടെ ആണെങ്കിലും മഞ്ജു വാര്യരുടെ ആണെങ്കിലും ബാക്കിയുള്ള ഓരോരോ കൊച്ചു കൊച്ചു ക്യാരക്ടേഴ്സ് എല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മാസ് തോന്നുന്ന സീനുകളുണ്ട്, നല്ല അടിപൊളി, കൊള്ളാം, സൂപ്പർ അങ്ങനെ തോന്നുന്ന സീനുകളൊക്കെ ഉണ്ട്, നല്ല രസമുള്ള കുറെ സീനുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൂസിഫറിൽ ഉണ്ടായിരുന്നോണ്ട് മാത്രം എമ്പുരാനിലും വന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതില്ലായിരുന്നെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കണ്ടിന്യൂറ്റിക്ക് വെക്കാം, പക്ഷെ അവരുണ്ടായിട്ടും ഇല്ലായിരുന്നിട്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട നല്ലതായിട്ട് പെർഫോം ചെയ്ത ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. ഈവൻ ആ ഫോറിൻ ക്യാരക്ടേഴ്സ് ചെയ്ത എല്ലാ ആൾക്കാരും, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ആ പുള്ളി ബോറിസ് എന്ന് പറഞ്ഞ റോൾ ചെയ്ത ആള്, പിന്നെ കബൂഗയുടെ റോൾ ചെയ്ത ആള്, പിന്നെ മറ്റേ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറെ ഫോറിൻ ക്യാരക്ടേഴ്സ് ചെയ്തവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നോർത്ത് ഇന്ത്യൻ ക്യാരക്ടേഴ്സ് ചെയ്ത്, അതായത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഇൻട്രോയില് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ആ സ്റ്റോറിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരും അവരുടെ പെർഫോമൻസും ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. നമ്മള് കൊടുത്ത പൈസക്ക് ഉള്ള അത്രയും ഉള്ള ഒരു കിടിലം സിനിമ നമുക്ക് കിട്ടും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഒരു മോശം പടം എന്ന് ഒരു രീതിയിലും പറയാൻ പറ്റത്തില്ല. പിന്നെ ആസ് എ ഫാൻ എക്സ്പെക്ടേഷൻ ലെവൽ ഇവിടെ ആയതുകൊണ്ട് അവിടെ വരെ എത്തിയില്ല എന്നുള്ള ഒരു ചെറിയ പരാതി ഒഴിച്ചാൽ, എമ്പുരാൻ ഈസ് ആൻ അമേസിംഗ് വെൽ മെയ്ഡ് വെൽ സ്ക്രിപ്റ്റഡ് മൂവി. അപ്പൊ അത്രേ ഉള്ളൂ എന്റെ ഒപ്പീനിയൻ. മൂവി മൊത്തത്തില് അടിപൊളിയാണ്, പക്ഷെ ആസ് എ ഫാൻ ചെറിയ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. ചിലപ്പോൾ അത് ഓവർ എക്സ്പെക്ടേഷന്റെ കുഴപ്പമായിരിക്കും, അല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് പോയിട്ട് ആ ഒരു ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ മൂവി കാണുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടായക ഒന്നുമില്ല, 100% പൈസ വസൂൽ മൂവി തന്നെയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.